ഹായ് ഗൈസ്, ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ഡേ അല്ല, ആക്ച്വലി സെക്കൻഡ് ഡേ ഇൻ സ്വിറ്റ്സർലാൻഡാണ്. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നത് നൈറ്റായി പോയി, കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റു. നമ്മൾ താഴെ തന്നെ നമ്മൾ നിൽക്കുന്ന ഹോസ്റ്റലാണ് കേട്ടോ. അപ്പോൾ താഴെ തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് നമ്മൾ സിറ്റി വാക്ക്, നമ്മുടെ അടുത്ത് തന്നെ ഒരു റിവർ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ ഒന്ന് നടക്കാനും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോയി വേറൊരു സ്ഥലത്തോട്ടാട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സൂറിക്കിലായിരുന്നു. അവിടെ യൂത്ത് ഹോസ്റ്റലിലായിരുന്നു നമ്മൾ നിന്നിരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നമ്മൾ എവിടെയും പോയില്ല. അന്ന് നമ്മൾ ഭയങ്കര ടയർഡായിരുന്നു. വന്ന് കഴിഞ്ഞ് കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ തന്നെ നമുക്കവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോയതാട്ടോ. ഇവിടെ മെയിനായിട്ട് കൂടുതലും ബ്രെഡ് ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് കേട്ടോ. അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എനിക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബ്രെഡ്, ജാം, അങ്ങനെ കുറേ ഐറ്റം, ജ്യൂസ് അങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ ഫുഡിൻ്റെ രീതികൾ. അല്ലാതെ നമ്മുടെ നാടൻ ഭക്ഷണം പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫുഡാണ് ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത്. അപ്പം നമ്മളതെല്ലാം ആവശ്യത്തിന് കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടങ്ങാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. ഇപ്പം ഇന്ന് നമ്മൾ സൂറിക്കിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആദ്യം ഒന്ന് കറങ്ങിയിട്ട് പിന്നെ ലഗേജ് വന്ന് എടുത്തിട്ട് നമുക്ക് പോകാമെന്നാണ് കേട്ടോ കരുതിയിരിക്കുന്നത്. എനിക്ക് അന്ന് വേണ്ട, ഞാൻ എടുത്തോളാം എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് സാധാ മുട്ട കേട്ടോ. അതിലെന്താ ഇങ്ങനെ കളർന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പലയിടത്തും ഇങ്ങനെ കളറുള്ള മുട്ട ഉണ്ടായിരുന്നു, പുഴുങ്ങിയ മുട്ട കേട്ടോ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പുറത്തോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. ഇപ്പം ഇത് ഇവിടുത്തെ ഹോസ്റ്റലിലെ, അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഹോസ്റ്റൽസ് എടുത്ത് ഒത്തിരി പേരും താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബാഗേജ് ഇങ്ങനെ അവിടെ ലോക്കറിൽ വെച്ചിട്ട് പോകാമെന്ന് വെച്ചു. കാരണം നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഇത് ഫുള്ള് ക്യാരി ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ വെക്കേറ്റ് ചെയ്യും ഇവിടുന്ന്. അപ്പോൾ രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്തു. അതിന് നമുക്കവിടെ ലോക്കർ റൂമുണ്ട്, ലഗേജ് വെക്കുന്ന ബാഗേജ് റൂമുണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് വെച്ചിട്ട് അതിങ്ങനെ താഴെ അണ്ടർഗ്രൗണ്ടിലായിരിക്കും കേട്ടോ. മിക്ക റൂമിലും ഞങ്ങൾ പോയപ്പോൾ വെച്ചിട്ടുള്ളപ്പോൾ എല്ലാം ഇങ്ങനെ അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇങ്ങനെ റൂമുണ്ട്, എന്നിട്ട് ലോക്ക് ചെയ്തിട്ട് പോയാൽ മതി. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വന്ന് എടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് വെക്കേറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ലഗേജും കൊണ്ട് ഇങ്ങനെ കറങ്ങുകയും വേണ്ട. നമ്മൾ ജോർജിയയിൽ പോയപ്പോൾ ഇങ്ങനെ ലഗേജും കൊണ്ട് കറങ്ങിയ സമയത്ത് നമുക്ക് കുറച്ച് ബാഡ് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുറച്ച് കുട്ടികൾ നമ്മളെ ഇങ്ങനെ ഭിക്ഷയായി യാചിച്ച് വന്നിട്ട് നമ്മുടെ ബാഗൊക്കെ കയറി ഇങ്ങനെ പിടിക്കാനും അതൊക്കെ തട്ടിക്കൊണ്ടുപോകാനൊക്കെ ശ്രമമൊക്കെ ജോർജിയയിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മാക്സിമം ലഗേജ് എവിടെയെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ കൂളായിട്ട് ഇങ്ങനെ നടന്നു പോകട്ടെ. അപ്പോൾ നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ചെറിയ മഴയുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോഴും ചെറിയ മഴയുണ്ടായിരുന്നു, ഇറങ്ങിയപ്പോഴും ചെറിയ മഴയുണ്ടായിരുന്നു. ആ ഒരു ഡേ മാത്രമേ മഴ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ എല്ലാം കൂളായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇവിടെ മഴ ഉള്ള ടൈമാണെന്ന് കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ശ്രമിച്ചിരുന്നത്. ബസ്സും ട്രാമ്പും അതുപോലെ തന്നെ ട്രെയിനും ഒക്കെ ആയിരുന്നു നമ്മൾ മെയിൻലി സ്വിറ്റ്സർലാൻഡിലൊക്കെ യൂസ് ചെയ്ത്. നമ്മളെവിടെ പോയാലും അങ്ങനെ തന്നെ യൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് നമ്മൾ സ്വിസ് പാസ് ഒക്കെ എടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്കതാ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ളതും. എപ്പോൾ വരും അടുത്തത്? എപ്പോൾ വരും ഇനി? സ്ഥലത്തിൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തായിരുന്നു. ഇതിനപ്പുറം ലേക്കാണ്.
എന്തോ കഴിക്കുന്നത് മോളെ? ചക്കുപ്പേരി. അവിടെ നമ്മൾ നാഷണൽ മ്യൂസിയത്തിൽ പോയിട്ടോ. അവിടെ പുറത്തെ കാഴ്ചകളുണ്ട്, അതുപോലെ തന്നെ അകത്തേയും കുറച്ച് കാഴ്ചകളുണ്ട്. നമ്മൾ സിസ് ട്രാവൽ പാസ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. അല്ലാത്തവർക്ക് അവിടെ പൈസ അടച്ചിട്ട് വേണം കയറാൻ. ഈ ഒരു വലിയ കവാടത്തിനുള്ളിലോട്ട് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. പിന്നെ മ്യൂസിയമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് മ്യൂസിയമൊക്കെ കുറച്ചൊക്കെ ഇഷ്ടം, ഒരുപാട് ഇഷ്ടമല്ല, കുറച്ചൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഇത് ഈ മ്യൂസിയത്തിൻ്റെ ഒരു മോഡലാട്ടോ അവർ കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അകത്തോട്ടും കയറാൻ പറ്റും. പക്ഷേ അകത്താണെങ്കിൽ ഫോട്ടോഗ്രാഫി മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ കേട്ടോ. വീഡിയോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അകത്തെ കാഴ്ചകളുടെ വീഡിയോ, ഇത് പുറത്തെ കാഴ്ചകളാട്ടോ. അപ്പം അകത്തെ കാഴ്ചകളുടെ വീഡിയോ ഒന്നും അതുകൊണ്ട് തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറേ കാണാനുണ്ട് കേട്ടോ, കുറേയേറെ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മ്യൂസിയം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും, അങ്ങനെയുള്ളവർ പോയാൽ മതി. അല്ലാത്തവർ ജസ്റ്റ് വെളിയിൽ നിന്ന് കണ്ടിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അകത്തെ കാഴ്ചകൾ ഇങ്ങനെ പുരാതനമായിട്ടുള്ള കാഴ്ചകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവർ മാത്രം പൈസ കൊടുത്ത് അകത്തേക്ക് കയറിയാൽ മതി. അല്ലാത്തൊരു വെളിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ളവർ അങ്ങനെയൊക്കെ ഫോട്ടോ എടുത്ത് പോകുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത്. ഇവിടെ നിന്നാട്ടോ അകത്തോട്ട് കയറുന്നത്. ഈ വഴി അകത്തോട്ട് കയറി കഴിഞ്ഞപ്പം അവർ നമ്മൾ ഇപ്പോൾ സിസ് പാസ് എടുത്തോണ്ട് നമുക്ക് ഫ്രീ ആയിരുന്നു, അല്ലാത്തവർക്ക് പൈസ കൊടുത്തതാണ്. അതുപോലെ നമ്മുടെ ലഗേജൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ലോക്കർ റൂം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു കോയിൻ തരും, അത് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ലോക്കോയിൽ നിന്ന് തുറക്കത്തില്ല കേട്ടോ, അത് ഇൻസേർട്ട് ചെയ്യണം. നമ്മുടെ എല്ലാ ലോക്കും അവർ തരും. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം കണ്ടിട്ട് നമ്മൾ പുറത്തിങ്ങി ഇറങ്ങി കേട്ടോ. അപ്പോൾ അകത്തെ കാഴ്ചകളുടെ അവിടെ വീഡിയോഗ്രാഫി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് തന്നെ നമ്മൾ ലിൻഡിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. സ്വിറ്റ്സർലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ചോക്ലേറ്റിൻ്റെ എന്താ പറയുന്നത്, ചോക്ലേറ്റാണ് അവിടെ മെയിൻ കാര്യം. നമ്മൾ ഓരോ രാജ്യത്താകുമ്പോൾ ഓരോ മെയിൻ കാര്യം, അതുപോലെ ചോക്ലേറ്റിൻ്റെ മെയിൻ സ്ഥലമാണ് സ്വിറ്റ്സർലാൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അവിടോട്ട് പോകാൻ വേണ്ടി അതിന് മുന്നായിട്ട് നമ്മൾ ഇവിടെ ബോട്ടിങ്ങിന് ജസ്റ്റ് ഒന്ന് പോകാം കേട്ടോ. ബോട്ടിങ്ങിന് പോകല്ല, ഇവിടുന്ന് അപ്പുറത്തോട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ബോട്ട് വഴി പോകാനാട്ടോ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് സിസ് പാസ് ഉള്ളതുകൊണ്ടും ബോട്ടും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യും. ജസ്റ്റ് ആ സിസ് പാസ് അവർ കാണിക്കാൻ പറയുമ്പോൾ ആ ഒരു പാസ് എടുത്ത് ആ ഒരു ഇത് മാത്രം കാണിച്ചാൽ മാത്രം മതി കേട്ടോ. Geschätzte Fahrgäste, im Namen des Kapitäns und der Crew begrüße Sie herzlich. Gila. എന്താ വീഡിയോയിലൊക്കെ വരും, ഞാൻ ഇടും. ഇപ്പൊ ആൾക്കാർ അവിടെയൊക്കെ വരുന്നുണ്ട്.
അവിടെ നമ്മൾ ഇന്ത്യൻ്റെ ഹോം ചോക്ലേറ്റ് ഫാക്ടറിയിൽ വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെയും ടിക്കറ്റൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക്, അതുപോലെ ചോക്ലേറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണണം, അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒക്കെ അറിയണം എന്നുള്ളവർ ഇവിടെ വരുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞങ്ങൾ എന്തായാലും അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈമുണ്ട്. ആ ടൈമിൽ മാത്രം നമുക്ക് ടിക്കറ്റ് എടുക്കാം, പക്ഷേ ആ ടൈമിന് മാത്രമേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഞങ്ങൾക്ക് ടൈം കിട്ടിയത്. അവിടെ ഇട്ട് ഇവിടെയൊക്കെ നിൽക്കാം, ഉള്ളിലേക്ക് പ്രവേശനം ആ ഒരു ടൈമിലായിരുന്നു ഞങ്ങൾക്ക്. ഓരോരുത്തർക്കും ഓരോ ടൈം, നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ടൈമിനനുസരിച്ച് കേട്ടോ അവർ ഓരോ ടൈം പറയും. ആ ടൈമിനെ നമുക്ക് കയറാനും പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ചോക്ലേറ്റ് ഇങ്ങനെ എന്താ പറയുന്നത്, ഇങ്ങനെ മണ്ടയ്ക്കും താഴോട്ട് വീഴുന്ന രീതിയിൽ ഒരു ഫൗണ്ടൻ എന്നോ എന്ത് വേണമെങ്കിലും പറയാം, അതുപോലെ സംഭവം കേട്ടോ. ഒറിജിനൽ ചോക്ലേറ്റ് എന്ന് തോന്നുന്നു. അകത്ത് ഇതുപോലത്തെ ചെറുതുണ്ടായിരുന്നു, അതിൽ നിന്ന് നമുക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇത് നമുക്ക് തൊടാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതിങ്ങനെ ചോക്ലേറ്റിൻ്റെ വീഴുന്ന പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മൾ കണ്ടു. കുറച്ച് നേരം നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. എന്നിട്ടും നമ്മുടെ ടൈം ആവുന്നില്ല, ഒരു 2-2.5 മണിക്കൂറോളം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ടൈമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ വിചാരിച്ചു പുറത്തുനിന്ന് പോകാം. അതിൻ്റെ അകത്തല്ലാത്ത ഷോപ്സൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ നമുക്ക് മേടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ വെളിയിൽ ടൈം സ്പെൻഡ് ചെയ്യാം. അകത്തോട്ട് കയറണമെങ്കിൽ അവർ നമുക്ക് തന്നിട്ടുള്ള ടൈമിന് മാത്രമേ അകത്തോട്ട് കയറാൻ പറ്റില്ലായിരുന്നു. പക്ഷേ നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ചോക്ലേറ്റ് ഇവിടെ ഉണ്ടാക്കുന്ന ഫാക്ടറിയൊന്നും അങ്ങനെ ഒരു ചീപ്പ് വിലയായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ. അത്യാവശ്യം റേറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ചോക്ലേറ്റ്സിന്. പക്ഷേ ഒത്തിരി ആൾക്കാർ മേടിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അധികം ചോക്ലേറ്റ്സ് ഒന്നും മേടിച്ചൊന്നുമില്ല. ഞങ്ങൾ അവിടുന്ന് ചോക്ലേറ്റ്സ് മേടിച്ചില്ല, അതാ സത്യം. നമുക്ക് അവിടുന്ന് അകത്തുനിന്ന് ഫാക്ടറി വിസിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് അവിടുന്ന് കുറേ ചോക്ലേറ്റ്സ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ കഴിക്കാനും അല്ലാതെ കൊണ്ടുപോകാനുമായിട്ട്. അത് മാത്രമേ അല്ലാതെ ഇതൊക്കെ നമുക്ക് വേണേൽ മേടിക്കാം. ഒരുപാട് പേര് ഇവിടുന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്ന് തന്നെ ആയതുകൊണ്ട് ഒരുപാട് പേര് മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മേ ബി പുറത്ത് അവർ കൊടുക്കുന്നതിൽ വില കുറവായിരിക്കും, എന്നാലും തീരെ വിലക്കുറവ് ഇല്ല. എനിക്കങ്ങനെ ഒത്തിരി വിലക്കുറവായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് ഓരോന്ന് കാണും കേട്ടോ. ഒത്തിരി വെറൈറ്റി സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ചോക്ലേറ്റ് ഇവിടെ മേടിച്ച് കഴിച്ചിട്ടുണ്ടല്ലോ, ആ ടേസ്റ്റ് അല്ല കേട്ടോ ഒറിജിനൽ. അവിടെ പോയി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പല രീതിയിലുള്ള ചോക്ലേറ്റ്സും, ഡാർക്ക് ചോക്ലേറ്റ്, ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പോലും എനിക്കറിയത്തില്ല. പല പേരിലും ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട്. Ja. Okay. Sehr sauber gemacht. ടൈം അങ്ങനെ ഒത്തിരി നമുക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ചുമ്മാ അവിടെ നിന്ന് ടൈം കളയണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പം നമ്മൾ നിൽക്കുന്ന ആ ഫാക്ടറിയുടെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു പോകുമ്പം ഒരു ഏരിയ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ള ഒരു വെള്ളമൊക്കെ ഉള്ളൊരു ഏരിയ. അപ്പോൾ നമ്മൾ ചോദിച്ചു കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം, അപ്പോഴത്തേക്ക് നമുക്ക് ടൈം ആകുമ്പോഴത്തേക്ക് ഇങ്ങ് തിരിച്ചു വരാമെന്ന് വെച്ചിട്ട് അപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലോട്ട് പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ കുറേ ആൾക്കാർ അത് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് നമ്മൾ അങ്ങോട്ട് പോയത്, നമ്മളല്ല കുറച്ച് ആൾക്കാർ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് അവിടുത്തെ സ്ഥലങ്ങളും ഒക്കെ ആണെങ്കിലും നല്ല രസമാണ്. പിന്നെ ചെറിയൊരു തണുപ്പും, വലിയ തണുപ്പൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ജാക്കറ്റും കോട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. പക്ഷേ എനിക്കങ്ങനെ ഹെവി തണുപ്പും കാര്യങ്ങളും അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. നോർമലായിട്ടൊക്കെ തോന്നും. പിന്നെ രാത്രിയാകുമ്പോൾ പിന്നെ പറയാൻ പറ്റില്ല, നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എന്തായാലും നടന്നു പോയി അവിടെ കുറച്ച് നേരം എടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം നമ്മളവിടെ നിന്നെല്ലാം കഴിഞ്ഞ് നമ്മൾ ടൈമൊക്കെ ആയപ്പോൾ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സംഭവം കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ആട്ടോ സെലക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ആദ്യം ഒരു എന്താ പറയുന്ന ഈ കൊക്കോ ട്രീ അതെല്ലാം അവിടെ അവരായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കേട്ടോ. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് കൊക്കോ നിന്ന് എന്ന് വെച്ചാൽ A to Z എങ്ങനെയാണ് ഒരു ചോക്ലേറ്റ് നമ്മുടെ കയ്യിൽ കഴിക്കുന്ന പരുവത്തിൽ കിട്ടുന്നതെന്ന് A to Z അവർ എക്സിബിഷൻ പോലെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഗൈഡൊന്നും ഇല്ല അവിടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം ഈ ഒരു സംഭവമാണ് നമുക്ക് ഓരോ മരത്തിൻ്റെ അവിടെ ഇങ്ങനെ
ഇതിങ്ങനെ വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് കേൾക്കാൻ പറ്റും എന്താണ് ഓരോന്നിൻ്റെ. ഇപ്പം നമുക്കൊരു ഗൈഡ് വന്ന് നമ്മൾക്ക് പേഴ്സണലി പറഞ്ഞു തരുന്നതിന് പകരം ഓരോരുത്തർക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും ആ രീതിയിൽ. അപ്പോൾ തന്നെ ഈ ബോർഡിൻ്റെ അടിയിൽ ആ വൈറ്റ് സംഭവമില്ല, അതേ വന്നിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കാൻ പറ്റും. പ്ലാസ്റ്റിക് കേട്ടോ, അത് ഒറിജിനലാണ്. കാണുന്നില്ല, ഞാൻ ഒന്നുകൂടെ എടുക്കാം. ഫോൺ വെക്കണവരെ വെച്ചാൽ മതി. അവിടുത്തെ കാര്യം വന്ന് കാണത്തില്ല. ഇതെല്ലാം നമ്മളെ തന്നെ അതൊരു മണമുണ്ടോ? ചോക്ലേറ്റ് മസാല ഉപ്പ് തിരി തിരി അപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ ഇങ്ങനെ ഫൗണ്ടൻ പോലെ വരുന്നത് നമുക്ക് അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിക്കാം കേട്ടോ. വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ നോർമൽ മിൽക്ക് ചോക്ലേറ്റും ഒക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോക്ലേറ്റ്സ് ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫോമാട്ടോ അവർ കാണിക്കുന്നത്. ഇങ്ങനെ ചോക്ലേറ്റ്സ് നമ്മൾ കയ്യിൽ വെച്ച് കൊടുത്തു കഴിയുമ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരും. അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ, നമുക്ക് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാം. അവരൊന്നും പറയത്തില്ല കേട്ടോ. ഇതിനകത്ത് കയറി തന്നെ ചോക്ലേറ്റ്സ് എത്ര വേണമെങ്കിലും എടുക്കാം. നമ്മൾ കുറേ കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസാനം മധുരം കഴിച്ച് മത്ത് പിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തലയ്ക്ക് അതുപോലെ ആയിപ്പോയി, ഭയങ്കരമായിട്ട് മത്ത് പിടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവർ ചോക്ലേറ്റ്സ് ഇങ്ങനെ അവരുടെ ഏതൊക്കെ വെറൈറ്റി ഉണ്ടോ അതിൽ നിന്ന് ഓരോന്നും ഇത് എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോന്നും എടുത്തു. അപ്പം ഒരുപാട് ചോക്ലേറ്റ്സ് ഇപ്പം ഞാൻ വീഡിയോയിൽ അത്രയൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആ ഫൗണ്ടനിൽ തന്നെ എത്ര നമ്മൾ അൺലിമിറ്റഡാന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, എത്ര വേണമെങ്കിലും കഴിക്കാമെന്നുള്ള രീതിയിൽ അങ്ങ് കഴിച്ചു കേട്ടോ. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തലയ്ക്ക് എന്തോ പോലെ ആയിപ്പോയി. അവസാനം ഞാൻ 2 ദിവസത്തേക്ക് എനിക്ക് മധുരമേ എപ്പോൾ മധുരം കിട്ടിയാലും കഴിക്കുന്ന ഞാൻ 2-3 ദിവസത്തേക്ക് എനിക്ക് മധുരം വെറുത്ത് എനിക്ക് എരിവും പുളിയൊക്കെ കഴിക്കാൻ തോന്നി. കാരണം അത്രയ്ക്ക് അങ്ങ്
വെറുത്തു പോയി മധുരം കഴിച്ചാൽ. നല്ല ചില ചോക്ലേറ്റ്സിന് ഭയങ്കര മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ ചോക്ലേറ്റ്സൊക്കെ കിട്ടി. അങ്ങനെ ഭയങ്കര സന്തോഷമായി ചോക്ലേറ്റ്സൊക്കെ കിട്ടിയോണ്ട്. പിന്നെ വെളിയും താഴെ നല്ലാതെ നമുക്ക് മേടിക്കാനും പറ്റും കേട്ടോ. നമ്മൾ അൺലിമിറ്റഡ് ആണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാടൊന്നും കഴിക്കാൻ തോന്നത്തില്ല. കുറച്ച് കഴിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് തലയ്ക്ക് വല്ലാതെ തോന്നും. അപ്പോൾ എന്തായാലും അവിടുന്ന് നമ്മൾ ഇറങ്ങി ഈ മുട്ടായി എല്ലാം എടുത്തിട്ട് അവിടുന്ന് നമ്മൾ ഇറങ്ങുക കേട്ടോ. No problem, no problem. Go, go. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ ചോക്ലേറ്റ്സ് കിട്ടും. അതുമൊക്കെ അതൊരെണ്ണം കിട്ടിയിട്ടുള്ളൂ. അതും എടുത്തിട്ട് നമ്മൾ ഇതേണ്ട ട്രെയിന് പിടിച്ച് അടുത്തൊരു സ്ഥലത്തിലേക്ക് പോകാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്ത് വന്ന് ലഗേജൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ ക്ലിക്ബർഗ് എന്ന് പറഞ്ഞ ഒരു വില്ലേജിലോട്ടാട്ടോ പോകുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മൾ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണുമല്ലോ കുറേ പച്ചപ്പും ഹരിതാപ്പും ഒക്കെ, അങ്ങനെയുള്ള നാട്ടിലേക്കാട്ടോ നമ്മൾ പോയത്. ഞാൻ പോയതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിലൊന്നാട്ടോ ഇത്. അവിടെ നമ്മൾ നോർമൽ ഒരു തടി കൊണ്ടുള്ള ഒരു വീട്ടിൽ, സാധാ ഒരു വില്ലേജിലെ ഒരു വീട്ടിലാട്ടോ നമ്മൾ താമസിച്ച ഒരു വീടാണ്. അപ്പം നമുക്കവിടെ ഒരു റൂമും അതുപോലെ കിച്ചണും നമുക്ക് ഉണ്ടാക്കി എന്ത് വേണേലും കഴിക്കാം, അങ്ങനത്തെ ഒരു സെറ്റപ്പാട്ടോ. 2 ദിവസം നമ്മൾ അവിടെയാണ് നിൽക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ ആട്ടോ കാണിക്കുന്നത്. അതിൻ്റെ ചുറ്റും പശുക്കളും തനി ഗ്രാമം. അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കാണ്. അതുവരേക്കും ബായ്.